ഹലോ നമസ്കാരം, ഞാൻ ഡോക്ടർ അമൃത. നമ്മുടെ ഉറങ്ങുന്ന പൊസിഷൻ എന്ന് പറയുന്നത് നമ്മുടെ സ്പൈനിൻ്റെ ആരോഗ്യത്തെയും അതുപോലെ നമ്മുടെ നെക്കിൻ്റെ ആരോഗ്യത്തെയും ശ്വാസോച്ഛ്വാസത്തെയും ദഹന വ്യവസ്ഥയെയും ഒക്കെ ബാധിക്കുന്നുണ്ട്, അതിനെ സ്വാധീനിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഉറക്കത്തിൻ്റെ ക്വാളിറ്റീനെയും സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ പൊസിഷനിൽ ഉറങ്ങുന്നതാണ് ഏറ്റവും നല്ലത്, ആരൊക്കെ ഏതൊക്കെ പൊസിഷനിൽ ഉറങ്ങരുത് എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ മിക്കവാറും ആൾക്കാർ ഉറങ്ങുന്നത് കാണുന്നത് കമിഴ്ന്ന് കിടന്നിട്ടാണ്. വളരെ കംഫർട്ടായിട്ട് കുറേ പേര് ഉറങ്ങുന്നത് ഈ ഒരു പൊസിഷനിൽ കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനെ കമിഴ്ന്ന് കിടന്ന് ഉറങ്ങുന്നത് നല്ലതാണോ എന്ന് നമുക്ക് ആദ്യം ചെക്ക് ചെയ്യാം. ഇങ്ങനെ കമിഴ്ന്ന് കിടന്ന് ഉറങ്ങുമ്പോൾ നമ്മുടെ ചെസ്റ്റും അതുപോലെ തന്നെ നമ്മുടെ വയറിൻ്റെ ഭാഗവും ഒക്കെ നമ്മുടെ പ്രസ് ചെയ്തിട്ടാണ്, ബെഡിൽ പ്രസ് ചെയ്തിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലങ്സ്, നമ്മൾ ശ്വാസം വലിക്കുമ്പോൾ നമുക്ക് ലങ്സ് എക്സ്പാൻഡ് ചെയ്യേണ്ട സമയത്ത് നമ്മുടെ ചെസ്റ്റ് അത്ര എക്സ്പാൻഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ലങ്സിന് ഒരു എക്സ്ട്രാ എനർജി എടുക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഈ ഒരു പൊസിഷനിൽ കിടന്ന് നമ്മൾ രാവിലെ വരെ ഉറങ്ങുമ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്കൊരു ക്ഷീണം തോന്നാനുള്ള കാരണമായിട്ട് ഇത് കാണാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബാക്ക് പെയിൻ ഉള്ളവർക്ക് നമ്മുടെ സ്പൈനിൻ്റെ ആ ഒരു അലൈൻമെൻറ്റിൻ്റെ പൊസിഷൻ ഈ ഒരു രീതിയിൽ കിടക്കുമ്പോൾ കറക്റ്റായിട്ട് വരാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ലോവർ ബാക്ക് പെയിൻ ഉള്ളവർക്ക് അതുപോലെ കഴുത്തിന് വേദനയുള്ളവർക്കും ഒക്കെ ഈ ഒരു പൊസിഷനിൽ കിടക്കുന്നത് അവരുടെ വേദന കൂട്ടാൻ കാരണമാവാറുണ്ട്. അതുപോലെ നടുവേദന ഒക്കെ ചെറിയ രീതിയിൽ വരാനും ഈ ഒരു പൊസിഷനിൽ സ്ഥിരമായിട്ട് കിടക്കുന്നത് കൊണ്ട് കാണാറുണ്ട്. അപ്പോൾ ഈ ഒരു പൊസിഷൻ നമുക്ക് അത്ര നല്ല ഒരു പൊസിഷൻ അല്ല കമിഴ്ന്നുള്ള കിടത്തെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത് ഡൈജഷനെയും എഫക്റ്റ് ചെയ്യുന്നതാണ്. നമ്മുടെ വയറിൻ്റെ ഭാഗം അമർന്ന് കിടക്കുന്നത് കൊണ്ട് തന്നെ പ്രോപ്പറായിട്ടുള്ള ഒരു ഡൈജഷൻ നടക്കാൻ പറ്റിയിട്ടുള്ള ഒരു രീതി, ഒരു ഉറക്കത്തിൻ്റെ പൊസിഷൻ അല്ല ഇത്. അപ്പോൾ ഈ ഒരു പൊസിഷനാണ് നമുക്ക് ഏറ്റവും അവസാനത്തെ ഒരു, അതായത് ഏറ്റവും മോശമായിട്ടുള്ള രീതി എന്ന് പറയുന്നത് ഈ ഒരു കമിഴ്ന്ന് കിടത്തം തന്നെയാണ്. അപ്പോൾ അടുത്ത ഒരു പൊസിഷൻ എന്ന് പറയുന്നത് മലർന്ന് കിടക്കുക എന്നുള്ളതാണ്. നമ്മുടെ ബാക്ക് ബെഡിന് മുട്ടുന്ന വിധത്തിൽ മലർന്ന് കിടക്കുന്ന ഒരു പൊസിഷനാണ്. ഇങ്ങനെ മലർന്ന് കിടക്കുന്നതിന് ഗുണങ്ങളും അതുപോലെ തന്നെ ദോഷങ്ങളും ഉണ്ട്. നെക്കിന് പ്രശ്നമുള്ളവർക്കൊക്കെ ആണെങ്കിൽ, സെർവൈക്കൽ സ്പോണ്ടോയിലോസിസ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് ഈ ഒരു പൊസിഷൻ നല്ലതാണ്. കറക്റ്റായിട്ടുള്ള പില്ലോ ഒക്കെ യൂസ് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് കിടക്കുകയാണെങ്കിൽ അവർക്ക് വേദന കുറയാൻ, നെക്കിൻ്റെ റീജിയൻ വേദനയുള്ളവർക്ക് ഈ ഒരു പൊസിഷൻ വളരെ റിലാക്സേഷൻ തോന്നുന്ന ഒരു പൊസിഷനാണ്. അതുപോലെ തന്നെ ചിലർക്ക് നടുവേദനയൊക്കെ ഉള്ള ചിലർക്ക് ഈ ഒരു പൊസിഷൻ അത്ര നന്നായിട്ട് കാണാറില്ല. ലോവർ ബാക്ക് പെയിൻ കൂടാനുള്ള ഒരു കാരണമായിട്ട് കാണാറുണ്ട്. പക്ഷെ എല്ലാവർക്കും ആ ഒരു കുഴപ്പം ഉണ്ടാവാറില്ല. നല്ല പെയിനൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെ എപ്പോഴും മലർന്ന് കിടക്കുമ്പോൾ ആ വേദന കൂടിയിട്ട് കാണാറുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പൊസിഷനിൽ നമുക്ക് ഗ്യാസിൻ്റെ ഒക്കെ ഇഷ്യൂ ഉള്ളവരാണ്, പുളിച്ചു തകട്ടൽ പോലുള്ള പ്രശ്നങ്ങളുള്ളവരൊക്കെ ആണെങ്കിൽ ഈ ഒരു പൊസിഷൻ ഒഴിവാക്കാൻ നോക്കുക. ഇത് കൂടാനുള്ള കാരണമാവാറുണ്ട്. അതായത് പുളിച്ചു തകട്ടലൊക്കെ, നെഞ്ചരിച്ചിൽ, പുളിച്ചു തകട്ടൽ, ഇതൊക്കെ വരാനുള്ള സാധ്യത ഈ ഒരു പൊസിഷനിൽ കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ ഈ ഒരു പൊസിഷൻ ഒഴിവാക്കുന്നതാണ് നല്ലത്. അപ്പോൾ അടുത്ത ഒരു പൊസിഷൻ എന്ന് പറയുന്നത് സൈഡിലോട്ടുള്ള തിരിഞ്ഞു കിടത്താണ്. അപ്പോൾ അത് റൈറ്റിലോട്ടോ അല്ലെങ്കിൽ ലെഫ്റ്റിലോട്ടോ തിരിഞ്ഞു കിടക്കാറുണ്ട്. അതിൽ നമുക്ക് ആദ്യം ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു കിടക്കുന്നത് നോക്കാം. ആയുർവേദത്തിൽ ഉറങ്ങാൻ പറയുന്ന ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡ് തിരിഞ്ഞു കിടക്കാന്നുള്ളതാണ്. ഈ ഒരു ലെഫ്റ്റ് സൈഡ് തിരിഞ്ഞ് കിടക്കുമ്പോൾ നമ്മുടെ ഭക്ഷണമൊക്കെ വളരെ പ്രോപ്പറായിട്ട് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലൂടെ മൂവ് ചെയ്യാൻ, നല്ല രീതിയിലുള്ള ഫ്ലോ, തടസ്സമില്ലാത്ത ഫ്ലോക്ക് ഈ ഒരു പൊസിഷൻ വളരെ നല്ലതാണ്. പ്രോപ്പറായിട്ടുള്ള ഡൈജഷൻ നടക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കിടക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ മറ്റ് ഓർഗൻസിനൊന്നും തന്നെ വളരെ പ്രഷർ വരുന്ന ഒരു പൊസിഷൻ അല്ല ഇത്. അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ടുള്ള നല്ല റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു സ്ലീപ്പിന് ഈ ലെഫ്റ്റ് സൈഡ് തിരിഞ്ഞ് കിടക്കുന്നത് സഹായിക്കുന്നതാണ്. അതേപോലെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ആസിഡ് റിഫ്ലക്സ് പോലുള്ള, അതായത് പുളിച്ചു തകട്ടൽ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്കും ഡൈജസ്റ്റീവ് ഇഷ്യൂ ഉള്ളവർക്കും ഒക്കെ ഈ ഒരു പൊസിഷനാണ് ഏറ്റവും നല്ലത്. ഇങ്ങനെ കിടക്കുവാണെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഡൈജഷൻ നടക്കുകയും ഗ്യാസ്, ഇതുപോലുള്ള പുളിച്ചു തകട്ടൽ പോലുള്ള പ്രശ്നങ്ങളൊക്കെ കുറഞ്ഞും കാണാറുണ്ട്. അപ്പോൾ ലെഫ്റ്റ് സൈഡാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പൊസിഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രഗ്നൻസി ഒക്കെ ആയിട്ടുള്ളവരാണെങ്കിൽ പ്രഗ്നൻറ്റ് വുമൺസിനൊക്കെ ഏറ്റവും പറ്റിയിട്ടുള്ള പൊസിഷനാണ് ലെഫ്റ്റ് സൈഡ് തിരിഞ്ഞു കിടക്കുക എന്നുള്ളത്. പ്രോപ്പറായിട്ടുള്ള ഡൈജഷൻ നടക്കുന്ന മാത്രമല്ല, നമ്മുടെ കുട്ടിയിലേക്കുള്ള ബ്ലഡ് ഫ്ലോ വളരെ കറക്റ്റായിട്ട് നടക്കാനും കിഡ്നി, ലിവർ ഇതിലേക്കുള്ള ബ്ലഡ് ഫ്ലോ ഒക്കെ വളരെ നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു പൊസിഷനാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് തന്നെ പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർ, കുറച്ച് ഓൾഡ് ഏജ് ആയിട്ടുള്ളവരും ഒക്കെ ഈ ലെഫ്റ്റ് സൈഡ് തിരിഞ്ഞു കിടക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി റൈറ്റ് സൈഡിലേക്ക് നോക്കാം. റൈറ്റ് സൈഡ് തിരിഞ്ഞു കിടക്കുന്നത്
വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. നമ്മൾ ഫുഡ് കഴിച്ച ഉടനെയാണ് അധികം അത് ഡൈജസ്റ്റ് ആവുന്നതിന് മുമ്പാണ് നമ്മൾ കിടക്കുന്നതെങ്കിൽ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് കിടന്നാൽ ഡൈജഷൻ വളരെ പ്രോപ്പറായിട്ട് നടക്കില്ല. അതിന് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുന്നത് കൊണ്ട് എംപ്റ്റി സ്റ്റൊമക്കിലൊക്കെയാണ് നമ്മൾ കിടക്കുന്നതെങ്കിൽ നമുക്ക് റൈറ്റ് സൈഡ് തിരിഞ്ഞും കിടക്കാവുന്നതാണ്. നമ്മൾ ഫുഡ് കഴിച്ച് അധിക സമയം ആവുന്നതിന് മുൻപേ അത് പ്രോപ്പറായി ഡൈജസ്റ്റ് ആവുന്നതിന് മുമ്പേ ആണ് കിടക്കുന്നതെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് കിടക്കാതിരിക്കുന്നതാണ് നല്ലത്. അതല്ല എങ്കിൽ നമുക്ക് റൈറ്റ് സൈഡിലേക്കും തിരിഞ്ഞു കിടക്കാവുന്നതാണ്. പക്ഷേ ഏറ്റവും ബെസ്റ്റ് പൊസിഷനായിട്ട് പറയുന്നത് ലെഫ്റ്റ് സൈഡ് തന്നെയാണ്. ലെഫ്റ്റ് സൈഡിലേക്ക് തിരിഞ്ഞ് കിടക്കുകയാണെങ്കിൽ എല്ലാം വളരെ പ്രോപ്പറായിട്ട് നടക്കുന്നതാണ്. പ്രഗ്നൻസിയിൽ ഏറ്റവും ബെസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നതും ഈ ഒരു ലെഫ്റ്റ് തിരിഞ്ഞ് കിടക്കുന്നതാണ്. അതുപോലെ നമ്മുടെ മൂക്കൊക്കെ അടഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ രാത്രി ചിലർക്ക് കിടക്കുമ്പോൾ മൂക്കടപ്പ് വരാറുണ്ട്. ഇപ്പം ഒരു നോസ്ട്രിൽ, ഇപ്പം ലെഫ്റ്റ് നോസ്ട്രിലാണ് അഞ്ഞിരിക്കുന്നതെങ്കിൽ നമുക്ക് റൈറ്റ് ഭാഗത്തേക്ക് തിരിഞ്ഞ് കിടക്കുമ്പോൾ ഇത് തുറക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ റൈറ്റ് നോസ്ട്രിലാണ് അടഞ്ഞിട്ടുള്ളതെങ്കിൽ നമ്മൾ ലെഫ്റ്റ് സൈഡ് തിരിഞ്ഞ് കിടക്കുമ്പോൾ ഈ ഒരു നോസ്ട്രിൽ തുറക്കാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ ഒരു സ്ലീപ്പിംഗ് പൊസിഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഇതിൽ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ലീപ്പിംഗ് പൊസിഷൻ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്ലീപ്പിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രോപ്പറായിട്ടുള്ള ഡൈജഷനൊക്കെ കറക്റ്റായിട്ട് നടക്കുകയും നമ്മുടെ ബോഡിക്ക് നല്ലൊരു റിലാക്സേഷൻ കിട്ടാനും ഈ ഒരു ചെറിയ മാറ്റം കൊണ്ട് തന്നെ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക്